Dear students, today we can do some problems on order properties of real numbers. First problem, determine the set A of all real numbers x such that 2x plus 3 less than or equal to 6. 2x plus 3 less than or equal to 6 implies that 2x is less than or equal to 6 minus 3, that is 3. That is x is less than or equal to 3 by 2. Therefore, A is the set of all x belongs to R such that x is less than or equal to 3 by 2. Now second problem, determine the set B equal to set of all x belongs to R such that x square plus x is greater than 2. Suppose x belongs to B, which implies that x square plus x greater than 2. That is x square plus x minus 2 greater than 0, which implies that factorizing x square plus x minus 2, we get x minus 1 into x plus 2, which is greater than 0. That is x minus 1 is greater than 0 and x plus 2 is greater than 0. Or x minus 1, ഈ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന രണ്ട് കേസ് ഉണ്ട് അല്ലേ. ഒന്നിൽ രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആവും, രണ്ട് നെഗറ്റീവ് ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആവും. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ അതാണ് എടുത്തത്, എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0, എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് 2. ഇനി ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം നെഗറ്റീവ് 1നേക്കാളും കൂടണം, നെഗറ്റീവ് 2നേക്കാൾ കൂടണം. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്താൽ മതി? Which is satisfied if and only if x is greater than 1 അല്ലേ. 1നേക്കാളും കൂടണം, നെഗറ്റീവ് 2നേക്കാളും കൂടണം. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണ്? 1നേക്കാൾ കൂടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് if and only if x greater than 1. ഇനി രണ്ടാമത്തെ x minus 1 less than 0 and x plus 2 less than 0 implies x less than 1 and x plus 2 x is less than 0 implies x less than negative 2. x 1നേക്കാൾ കുറയണം and x negative 2നേക്കാൾ കുറയണം. ഇത് which is satisfied if and only if x is less than minus 2. രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ത് വേണം? രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണ്? x is less than negative 2. അപ്പോൾ അതാണ് സെറ്റ്. ഇനി അടുത്തത് നെക്സ്റ്റ്, സോ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 union set of all x belongs to R such that x less than negative 2. Next, determine the set C equal to set of all x belongs to R such that 2x plus 1 by x plus 2 less than 1. X belongs to C implies that ഒരു x സിയിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2x plus 1 by x plus 2 less than 1 എന്നാണ്. That is 2x plus 1 by x plus 2 minus 1 less than 0 അല്ലേ അതിൻ്റെ മീനിങ്. എൽ സി എടുക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ വരും? 2x plus 1 minus x minus 2 by x plus 2 less than 0 എന്ന് വരും. അതായത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x minus 1 by x plus 2 less than 0 എന്ന് വരും. ഹെൻസ് ഇങ്ങനെ നമ്മൾ ഡിവിഷൻ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് വേണം? ഒന്നിലോ രണ്ടും എക്സ് മൈനസ് 1 ലെസ് ദാൻ 0യും എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0യും എക്സ് പ്ലസ് 2 ലെസ് ദാൻ 0യും ആയിരിക്കണം. ഇനി നമ്മൾ ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 1 ലെസ് ദാൻ 0 ഇംപ്ലൈസ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് എക്സ് ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് 2. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ലെസ് ദാൻ 1ഉം ഗ്രേറ്റർ ദാൻ നെഗറ്റീവ് 2 ആവണം എങ്കിൽ രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണ്? വിച്ച് ഇസ് സാറ്റിസ്ഫൈഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗറ്റീവ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ആൻഡ് ഇനി അടുത്തത് എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എക്സ് പ്ലസ് 2 ലെസ് ദാൻ 0 രണ്ട് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവണം, എക്സ് ലെസ് ദാൻ നെഗറ്റീവ് 2 ആവണം. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. എക്സ് 1നേക്കാൾ കൂടുതലും ആവണം, നെഗറ്റീവ് 2നേക്കാളും എന്താവണം? കുറയുകയും ചെയ്യണം. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് പറയാം? വി കൺക്ലൂഡ് ദാറ്റ് സി ഈക്വൽ ടു ആദ്യത്തെ സെറ്റ് മാത്രമേ വരുള്ളൂ. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് negative 2 less than x less than 1. Third problem. Next problem. If A and B are in R and if A less than B, then prove that A less than A plus B by 2 less than B.
A less than B ആണെങ്കിൽ A plus A is less than A plus B അല്ലേ? ബൈ എന്താണ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ രണ്ട് സൈഡിലും ഒരേ നമ്പർ ആഡ് ചെയ്താൽ എ ലെസ് ദാൻ ബി എ പ്ലസ് സി ലെസ് ദാൻ ബി പ്ലസ് സി ഉള്ള അത് വെച്ചിട്ട് ഇങ്ങനെ എഴുതാം. എ പ്ലസ് എ ലെസ് ദാൻ എ പ്ലസ് ബി ദാറ്റ് ഈസ് 2a ലെസ് ദാൻ എ പ്ലസ് ബി എന്ന് വരും. അതേപോലെ ഞാൻ ഈ എ ലെസ് ദാൻ ബിയുടെ രണ്ട് സൈഡിലും ബി ആഡ് ചെയ്യാം. അതായത് എ പ്ലസ് ബി ലെസ് ദാൻ ബി പ്ലസ് ബി എന്ന് വരും. അതായത് എ പ്ലസ് ബി ലെസ് ദാൻ 2b എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻസ് 1 and 2 എന്ന് നമുക്ക് എന്താ കിട്ടുക? 2a ലെസ് ദാൻ എ പ്ലസ് ബി ലെസ് ദാൻ 2b എന്ന് വരും. അതായത് ഇനി 2 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എപ്പോഴും 1/2 ഗ്രേറ്റർ ദാൻ 0 ആയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എൻ്റെ അർത്ഥം എന്താണ് 1/2 ലെസ് ദാൻ 0 ആണ് എടുക്കുകയാണെങ്കിൽ 2 × 1/2 എന്താണ് 1 ആണ്. 1 ലെസ് ദാൻ 0 എന്ന് വരണം. അപ്പം അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്താണ് 2 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1/2 ഗ്രേറ്റർ ദാൻ 0 വരുള്ളൂ. അപ്പോൾ നമ്മൾ 1/2 കൊണ്ട് പിന്നെ ഈ ഇവിടെ ഡിവൈഡ് ചെയ്യാണ്. ഈ 3 ഇക്വേഷൻ 3 ഇനീക്വാളിറ്റി ഈ 3 ഡിവൈഡ് ചെയ്യാണ്. അതായത് 1/2 × 2a ലെസ് ദാൻ 1/2 × a പ്ലസ് ബി ലെസ് ദാൻ 1/2 × 2b എന്ന് വരും. അതായത് എന്താ വരിക? a ലെസ് ദാൻ a പ്ലസ് ബി ബൈ 2 ലെസ് ദാൻ ബി എന്ന് വരും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് പ്രോബ്ലം. ലെറ്റ് a greater than 0 greater than or equal to 0 and b greater than or equal to 0, then prove the following. First problem, a less than b if and only if a square less than b square, which implies root a less than root b നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത് given a greater than or equal to 0 and b greater than or equal to 0. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ hence a is equal to 0 or a greater than 0 എന്നല്ലേ അർത്ഥം. a greater than or equal to 0 എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുക a equal to 0 എന്ന് എടുക്കുക. then a സ്ക്വയർ എന്താ വരിക? 0 × 0 എന്ന് പറയുമ്പോൾ 0 എന്ന് വരും. ആൻഡ് റൂട്ട് എ ഈക്വൽ ടു എന്താ വരിക? a സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. റൂട്ട് എ എന്ന് വെച്ചാൽ എന്താ? റൂട്ട് എ ഇൻറ്റു റൂട്ട് എ ദാറ്റ് ഇസ് ഈക്വൽ ടു a ഈക്വൽ ടു 0. മനസ്സിലായോ? അപ്പോൾ എന്താ വരിക? പിന്നെ ആൻഡ് റൂട്ട് എ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ്? a 0 ആണെങ്കിൽ a സ്ക്വയർ 0 ആണ്. ആൻഡ് റൂട്ട് എയും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി a ലെസ് ദാൻ ബി ഇംപ്ലൈസ് a ലെസ് ദാൻ ബി അല്ലോ തന്നെയാണ്. a ലെസ് ദാൻ ബി ഇംപ്ലൈസ് a സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് കാണിക്കണം. നമുക്ക് റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി എന്നും കാണിക്കണം. a ലെസ് ദാൻ ബി ആയതുകൊണ്ട് a 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 0 ലെസ് ദാൻ ബി എന്ന് പറയാം. നമുക്ക് രണ്ട് സൈഡിലും ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0 × b ലെസ് ദാൻ b × b ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് വന്നു. 0 എന്താണ്? a സ്ക്വയർ 0 അല്ലേ? a സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മൾ ഈ കേസ് a ഈക്വൽ ടു 0 ആവുന്ന കേസാണ് കേട്ടോ ആദ്യം നോക്കുന്നത്. പിന്നെ രണ്ടാമത് a ലെസ് ദാൻ ബി ഇംപ്ലൈസ് 0 ലെസ് ദാൻ ബി വിച്ച് ഇംപ്ലൈസ് 0 × റൂട്ട് ബി. 0ന് വരെ 0 × റൂട്ട് ബി എന്ന് എഴുതാം. ബിക്ക് വരെ റൂട്ട് ബി × റൂട്ട് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ 0 × റൂട്ട് ബി ഈസ് അല്ലേ? ദാറ്റ് ഈസ് 0 ലെസ് ദാൻ റൂട്ട് ബി എന്ന് വരും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്? 0ന് വരെ എന്തെഴുതാം? നമുക്ക് 0ന് വരെ എന്തെഴുതാം? റൂട്ട് എ എന്ന് എഴുതാം. റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 0 ആവുന്ന കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസ് എടുക്കാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 ദെൻ എ പ്ലസ് ബി എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എ ലെസ് ദാൻ ബി ആയതുകൊണ്ട് ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്താണ്? ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? 0 × ബി പ്ലസ് എ. ബി പ്ലസ് എ കൊണ്ട് ഞാൻ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. പോസിറ്റീവ് സംഖ്യ ഉണ്ട്. അപ്പോൾ 0 × ബി പ്ലസ് എ എന്ന് വരും. അതായത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് അല്ലെ ബി പ്ലസ് എ × ബി മൈനസ് എ എന്ന് പറയുന്നത് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും. അതായത് ബി സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ എന്ന് വരും. അതായത് എ സ്ക്വയർ ഈസ് ലെസ് ദാൻ ബി സ്ക്വയർ. ആൻഡ് ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഇഫ് also if a greater than 0 then b greater than 0, so root a greater than 0 and root b greater than 0. മനസ്സിലായോ? a greater than 0 ആണെങ്കിൽ
then b greater than 0 and so root a greater than 0 and root b greater than 0. അപ്പോൾ therefore a less than b if and only if എന്ത് പറയാം നമുക്ക് b minus a greater than 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം root b minus root a into root b plus root a greater than 0 എന്ന് വരും. root b minus root a is അല്ലേ b minus a ക്ക് പകരം നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് എഴുതുകയാണ്. that is root b minus root a എന്ത് വരും greater than 0 since root b plus root a is greater than 0 also by theorem ab greater than 0 implies a greater than 0 and b greater than 0 or a less than 0 and b less than 0 അങ്ങനെ വെച്ചാൽ വരും. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രോബ്ലം എന്താ വെച്ചാൽ റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി വിത്ത് ഇക്വാളിറ്റി അക്കറിങ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതായത് റൂട്ട് എ ബി ഈക്വൽ ടു എന്നുള്ളത് എ ഈക്വൽ ടു ബി എ ഈക്വൽ ടു ബിയിൽ ഇവിടെ ഇക്വാളിറ്റി അക്കർ ചെയ്യുമെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇഫ് എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0 ദെൻ എ ബി റൂട്ട് എ ബി എന്താ വരിക 0 വരും ആൻഡ് ഹാഫ് ഓഫ് എ പ്ലസ് ബിയും 0 വരും. അപ്പോൾ അത് റിസൾട്ട് ട്രൂ ആയിരിക്കും. ഇനി നമ്മൾ എ ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 എടുക്കുക. നൗ കൺസിഡർ ദ കേസസ് എ നോട്ട് ഈക്വൽ ടു ബി ആൻഡ് എ ഈക്വൽ ടു ബി രണ്ട് കേസും എടുക്കുക. ഇഫ് എ നോട്ട് ഈക്വൽ ടു ബി ദെൻ റൂട്ട് എ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി then root a minus root b not equal to 0, then root a minus root b the whole square is greater than 0. Now root a minus root b the whole square greater than 0 implies a minus 2 into root ab plus b greater than 0, that is root ab is less than half into a plus b എന്ന് വരും. That is if a equal to b then root ab equal to root ab is equal to root of a into a, that is a എന്ന് വരും അല്ലേ. ആൻഡ് ഹാഫ് ഓഫ് എ പ്ലസ് ബി is equal to half of a plus a എന്ന് വരും, അതായത് a എന്ന് വരും. സോ റൂട്ട് എ ബി ലെസ് ദാൻ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും. മനസ്സിലായല്ലോ. കോൺവേഴ്സ്ലി ലെറ്റ് റൂട്ട് എ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരുമ്പോൾ എന്താ വരിക റൂട്ട് എ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതുമ്പോൾ 4ab രണ്ട് സൈഡിലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ എടുക്കുക. അപ്പോൾ എന്ത് വരും 4ab ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 2 ഇൻറ്റു റൂട്ട് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി അങ്ങനെ എടുക്കുക, എന്നിട്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ അതായത് 4ab ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ which implies a plus b the whole square minus 4ab equal to 0. That is എന്താ വരിക വെച്ചാൽ a minus b the whole square equal to 0 എന്ന് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എന്ത് വരും a equal to b എന്ന് വരും. അപ്പോൾ ഈ രണ്ട് കേസിലും എന്താണ് മനസ്സിലായോ? പിന്നെ a root ab less than or equal to half of a plus b and inequality occurs when a equal to b. ബാക്കി പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം.